അടിമാലി മേഖലയിൽ പാചകവാതക വിതരണം നടത്തുന്ന ഗ്യാസ് ഏജൻസികൾക്കെതിരെ പരാതിയുമായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി രംഗത്ത്. യുദ്ധം മറയാക്കി ജനങ്ങളെ കൊള്ളയടിക്കുന്ന നടപടിയാണ് ഗ്യാസ് ഏജൻസികൾ സ്വീകരിച്ചു വരുന്നതെന്ന് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ നായർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഗ്യാസ് ഏജൻസികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതായും വിഷയത്തിൽ പ്രശ്നപരിഹാരമുണ്ടാകാത്ത പക്ഷം ജില്ലാ സപ്ലൈ ഓഫീസിൽ സത്യാഗ്രഹ സമരത്തിന് രൂപം നൽകുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന വിവിധ പ്രദേശങ്ങളിലുൾപ്പെടെ പാചകവാതക സിലിണ്ടറുകൾ ലഭിക്കുന്നില്ലെന്നാണ് ഗുണഭോക്താക്കളുടെ പരാതി. യുദ്ധസാഹചര്യം നിലനിൽക്കുന്നതിനാൽ പാചകവാതക സിലിണ്ടറുകൾ ലഭിക്കുന്നില്ലെന്നാണ് ഗ്യാസ് ഏജൻസികൾ ഇത് സംബന്ധിച്ച് പറയുന്നത്. എന്നാൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾ ലഭിക്കുന്നതിൽ കുറവ് വന്നിട്ടില്ലെന്ന് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നുവെന്നും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യുദ്ധം മറയാക്കി ജനങ്ങളെ കൊള്ളയടിക്കുന്ന നടപടിയാണ് ഗ്യാസ് ഏജൻസികൾ സ്വീകരിച്ചു വരുന്നതെന്ന് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ നായർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. താലൂക്ക് സപ്ലൈ ഓഫീസർമാരെ, ജില്ലാ സപ്ലൈ ഓഫീസർ ഉൾപ്പെടെയുള്ള സപ്ലൈ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാരെ ഏജൻസികളുമായി ചേർന്നുകൊണ്ട് കരിഞ്ചന്തയിൽ കുറലാഭത്തിൽ മറിച്ച് വിൽക്കുന്നതായിട്ട് നമ്മൾ സംശയിക്കുന്നു. കാരണം നമ്മളൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ആഫ്രിക്കയിലെ ഉഗാണ്ട പോലുള്ള രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത രീതിയിലുള്ള സ്ഥിതിവിശേഷമാണ് ഇതുവരെ നടക്കുന്നത്. കാരണം ഒരു വീതത്തിൽ ആളുകളെ ക്യൂ നിർത്തി 4 മണിയാകുമ്പോൾ സിലിണ്ടർ ലഭ്യമെന്ന് പറഞ്ഞിട്ടാലും ഇവിടെയാണ് ചോദിക്കാൻ. ഗ്യാസ് ഏജൻസികളുടെ ഇത്തരം പ്രവണതയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് ജില്ലാ, താലൂക്ക് സപ്ലൈ ഓഫീസർമാരോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ല എന്നും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആരോപിക്കുന്നു. ഗ്യാസ് ഏജൻസികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതായും വിഷയത്തിൽ പ്രശ്നപരിഹാരമുണ്ടാകാത്ത പക്ഷം ജില്ലാ സപ്ലൈ ഓഫീസിൽ സത്യാഗ്രഹ സമരത്തിന് രൂപം നൽകുമെന്നും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ നായർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാക്സിൻ ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ തുളസിഭായ്, രാജമ്മ രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാചകവാതക ക്ഷാമത്തിന്റെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന നടപടി അവസാനിപ്പിച്ച് യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് സിലിണ്ടറുകൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, അടിമാലി.